وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين. ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളിലെ സുഹൃത്തുക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വേദിയിൽ, ഈ സദസ്സിൽ, ഈ വിജ്ഞാനത്തിൻ്റെ ഈ അങ്കണത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്നുവരെയും വന്നുപോയ സർവ്വ തെറ്റുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മേലിൽ പാപങ്ങളിൽ നിന്നകന്നു നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ നമ്മുടെ നായകൻ, വിശ്വവിമോചകൻ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളായി ജീവിച്ച് മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെയുടെ ദർശന സൗഭാഗ്യം കിട്ടി നാളെ പരലോകത്ത് അവിടുത്തെയുടെ തൃക്കരങ്ങളിൽ നിന്നും ഹൗലുൽ കൗസറിലെ പാനീയം കുടിച്ച് അവിടുത്തെയുടെ അനുഗ്രഹീതമായ ശഫാഅത്ത് കിട്ടി അവിടുത്തെയോടൊപ്പം സ്വർഗത്തിന്റെ സോപാനങ്ങളിൽ വിരാജിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നാം ഏതാനും മണിക്കൂർ സമയം ചർച്ച ചെയ്ത വിഷയം അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുക. അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ സർവ നമ്മുടെ ചലനത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചിന്ത നാം നിറയ്ക്കുക. നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും ഒക്കെ അല്ലാഹുവിന്റെ സാന്നിധ്യത്തിന്റെ സുഖം നാം അനുഭവിച്ചറിയുക. അതിന് നാം നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് ഇന്നലെ നാം ചർച്ച ചെയ്ത പ്രധാന വിഷയം. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുറച്ചു നേരം ഞാൻ ഉദ്ദേശിച്ചതുപോലെ പൂർണ്ണമായും ആ വിഷയം അവതരിപ്പിച്ച് തീർക്കുവാൻ കഴിഞ്ഞില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് നമ്മുടെ ഹൃദയത്തിന് ബന്ധമുണ്ടാകണം. നമ്മളിന്ന് നേരിടുന്ന, മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന, കാസർഗോഡ് ജില്ലയിലെയോ ആദൂരെയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുസ്ലിങ്ങൾ മാത്രമല്ല, ലോക മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും എതിർപ്പുകളുടെയും അടിച്ചമർത്തലുകളുടെയും അവകാശം നിഷേധിക്കപ്പെടലുകളുടെയും ഒക്കെ കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെട്ടില്ല എന്നതാണ്. ഞാൻ ഇന്നലെ പ്രസംഗം തുടങ്ങിയത് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമുക്ക് ഉറപ്പു തരുന്നു, കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ, വിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന്. പടച്ചതമ്പുരാൻ ബാധ്യത ഏറ്റെടുത്തതിന് ശേഷവും മുസ്ലിം ഉമ്മത്തിന് സഹായം കിട്ടുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ വാഗ്ദത്ത ലംഘനമല്ല, അള്ളാഹു നമ്മോട് പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു. അല്ലാഹ് എന്നുള്ള ആ സർവ ശക്തനെക്കുറിച്ചുള്ള വിശ്വാസം ഹൃദയാന്തരാളങ്ങളിൽ രൂഢമൂലമായാൽ പിന്നെ ലോകത്ത് മറ്റൊന്നിനെയും ഭയക്കേണ്ടി വരില്ല, മറ്റൊന്നിന്റെ മുമ്പിലും ശിരസ് കുനിക്കേണ്ടി വരില്ല, എവിടെയും നമുക്ക് പരാജയമുണ്ടാവുകയുമില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടേണ്ട രീതിയിൽ ശക്തിപ്പെടണം. ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത സർവ്വതിനെയും ഹൃദയത്തിന് പുറത്താണ് നിർത്തേണ്ടത്. അവന്റെ ഭാര്യ, സമ്പത്ത്, സന്താനങ്ങൾ, സൗകര്യങ്ങൾ, കച്ചവടം, വ്യവസായം, തൊഴില്, കൃഷി, മക്കൾ, എല്ലാം, വിദ്യാഭ്യാസം, ഉദ്യോഗം, എല്ലാം ഹൃദയത്തിന് പുറത്തു നിർത്തും.